हे गाइस वेलकम बैक टू आवर चैनल। तो एक और नए पार्ट के साथ आ गए एक्शन हीरो बिज्जू के। और यार हम तो बिज्जू जी के फैन हो गए हैं। और मतलब मेरे को नहीं पता यार, लेकिन मेरे लिए ना बिज्जू मतलब बहुत ऐसा नेम है, लाइक फैमिलियर नेम है, क्योंकि एक ना आर्टिस्ट है हमारे यहाँ के, हिज नेम इज आल्सो बिज्जू एंड ही इज आल्सो वेरी फेमस, है ना। तो इसलिए मेरे को बोल रही हूँ इनको बिज्जू भाई, ठीक है, क्योंकि हम लोग उनको बिज्जू भाई बोलते हैं। तो देखते हैं कि ये वीडियो कैसे होने वाली है, आई मीन ये पार्ट कैसे होता है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। इसको तो फोन ले गया, सारे ये करके अपना फोन ले रहे भाई, कितना डर गए यार। ആ സുബേര പറടാ. സാറേ സംഗതി ഇത്തിരി സീരിയസാ. നമുക്കിട്ട് കോൾ ചെയ്യണോ സാറേ? കൊച്ചിനുള്ള പരിക്കുണ്ട്. വണ്ടി എടുക്ക്, നമുക്ക് ജനറൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ഹലോ ഹലോ, സ്റ്റേഷനിലാണോ? അല്ല, ഞാനൊരു കേസിന്റെ ആവശ്യത്തിന് ജനറൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുക. കൂടെ വേറെ ആൾക്കാരുണ്ടോ? ഉണ്ട്, പോലീസുകാരുണ്ട്. എന്താണ് പറയും? ഒന്നുമില്ല, തിരക്കിലാണെങ്കിൽ പിന്നെ വിളിച്ചാൽ മതി. എവിടെയാണ്? വീട്ടിലാണോ? വീട്ടിലാ. വൈകുന്നേരം വിളിക്കൂ. ശരി, ഞാൻ വൈകിട്ട് വിളിക്കാം. यार ये मतलब उस लड़के के साथ अलग ही, और सबकी कंपैरिजन। ഡോക്ടറെ, ആ പട്ടി അടിച്ചു വെച്ചാൽ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഡീപ് ലാൻസറേറ്റഡ് വൂണ്ടാണ്. പിന്നെ കുട്ടിയുടെ വലത് കൈയിൽ ഒരു പൊട്ടലുണ്ട്. അത് ചിലപ്പോൾ കുട്ടി ഓടി വീണപ്പോൾ പറ്റിയതായിരിക്കും. കുട്ടിയുടെ പേരൻസുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതൊരു സ്ട്രേ ഡോഗ് അല്ല, ആരോ പട്ടിയെ വിട്ട് കടിപ്പിച്ചു എന്നാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. बेचारी कितनी छोटी है, बहुत छोटी है बेचारी, और कितनी चोट लगी है। എന്താ സംഭവിച്ചത്? എന്റെ പൊന്നു സാറേ, ഞാൻ രാവിലെ കൊച്ചിനെ സ്കൂളിലോട്ട് അയച്ചതാ. കിടക്കുന്ന കിടപ്പുണ്ട് സാറേ. എന്താ മോളെ സംഭവിച്ചത്? സ്കൂളിൽ പോയ വഴി തൊട്ടായിരുന്നു പറഞ്ഞു. അപ്പൊ വിളിച്ചോണ്ട് പട്ടി വെച്ചിട്ടിട്ട് ക്യാച്ചൊന്ന് कितनी गलत അത്രയ്ക്ക് बात കടിച്ചിട്ട് है। ചാകേണ്ടതായിരുന്നു. ഒരു ദൈവാലയം കൊണ്ട് ഞാൻ ചെന്നില്ലെങ്കിൽ കൊച്ചിന്റെ കഥ കഴിഞ്ഞത് തന്നെ. പിള്ളേരായ പൂകണ്ട പറിക്കും മാങ്ങണ്ട എറിയും. അതിനിങ്ങനെ പട്ടിണിട്ട് കളിപ്പിക്കാന്ന് വെച്ചാ എന്റെ കൊച്ചിന്റെ അവസ്ഥ. मैंगो के लिए സുബേര, वही ഇവരുടെ മൊഴി എടുക്കണം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, നമ്മളത് വേണ്ടത് ചെയ്തു. എന്നിട്ട് അങ്ങനെ ഒരു കൂസ ഇല്ലാതെ നിൽപ്പുണ്ടായിരുന്നു. മര്യാദ ഉള്ളതാണെങ്കിൽ കൊച്ചി എന്നെ പറ്റി എന്തെങ്കിലും നോക്കണ്ട. ഇത് सब തിരിഞ്ഞു बच्चे പോലും करते നോക്കില്ല. हैं यार। ഈ സാംസൺ और इसका ये मतलब थोड़ी कुत्ते छोड़ കാലായിട്ട് അവന്റെ दोगे? വീട്ടുവരെ അവന്റെ കോമ്പൗണ്ട് മുമ്പിലാണ് ഇഷ്യൂ നടന്നത്. ഇവരെ സാറേ കൊണ്ടുവന്നത്. സാർ, ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. 2 മാസം മുമ്പ് മീൻ വിൽക്കാൻ വന്ന ഒരു പെണ്ണുമ്പിള്ള ഇതേപോലെ പട്ടിയിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാർ, ഞങ്ങൾക്ക് പൈസയും സ്വാധീനമൊക്കെ ഉള്ള എൻ്റെ ഒരു അഹങ്കാരമാണ്. वाली के साथ क्या धारना भी चाहिए इनको। ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. ഈ അലവലാതിനെ ഞാനവിടെ കണ്ടിട്ടുണ്ടല്ലോ. സാറേ, ഇത് പൊറ്റക്കുഴി ജോസ്. സാറ് സ്റ്റേഷൻ തേങ്ങക്കിരിയാന്ന് പറഞ്ഞ് മറ്റേ പോസ്റ്റർ എഴുതി ഒട്ടിച്ചതില്ല. സ്വന്തം അപ്പനെതിരെ പോസ്റ്റ് ഒട്ടിക്കുന്നതിനാ. നമസ്കാരം സാർ. നമ്മൾ തമ്മിൽ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. DNCയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് പൊറ്റക്കുഴി ജോസ്. എനിക്കറിയാം. SI ബിജു പോലോസ്. ഇവിടുത്തെ പട്ടി ഏതോ പിള്ളേരെ കമ്മിയെന്നോ എന്തൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഭയങ്കര ചൊറിച്ചില്. നമ്മുടെ അച്ചായന്റെ കാശടിച്ച് മാറ്റാനുള്ള വിളവാന്നേ. അച്ചായനോ? സാംസൺ തരവൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. അച്ചായന്റെ ഭാര്യ. സാംസൺ സാർ എന്തി? He's not here. What's the problem? എവിടെ പോയി? है ही नहीं यहाँ पे Keeps Samsung। traveling. അറിയില്ല. അയാളുടെ നമ്പർ എന്ന് പറഞ്ഞു. Number 9826330848. देखना കണ്ടറിഞ്ഞോട്ടെ, മൂക്കണേന് മുമ്പ് പറിക്കണം, അല്ലെങ്കിൽ പുഴുക്കുത്തു വരും. വീട്ടിലുണ്ട്. ഹലോ, സാംസൺ തരകനല്ലേ? ഞാൻ ടൗൺ SI ബിജു പോലീസ് ആണ്. നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ബാംഗ്ലൂരോ? എപ്പോ വരും? ബാംഗ്ലൂർ അലിയു. അച്ചായൻ എപ്പോഴും അങ്ങനെ ടൂറില്ല. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാനിലാന്ന്. എടാ, ഇതാണോ അവന്റെ നമ്പർ? ആ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് അവന്റെ പേഴ്സണൽ ലൊക്കേഷൻ എടുക്കാൻ പറ. वाओ बिज्जू जी സാറേ, शानदार। ഇത് അവന്റെ ഫേസ്ബുക്ക് പേജ്, സാംസൺ തരകൻ. അടിപൊളി. മൂന്ന് വല്ലാടി നിൽക്കാം മച്ചാ. शानदार अमीर जो होते ना शुगर डैडी टाइप सिम्पल को। ആ ഹലോ, സൈബർ സെല്ലിൽ നിന്നാ സാറേ. കോഡ് 1039. ആ അതെ, ഞാനിപ്പോ ഓഫീസിലില്ല. അതൊന്ന് റീകോഡ് ചെയ്ത് പറയാമോ? ആ സാറേ, ഇപ്പം പറയാം സാറേ, ഇപ്പം പറയാം. അത് മഹാരാഷ്ട്ര അടുത്തുള്ള ടവറാണ്. ഓ ശരി ശരി, ഓക്കെ. वो तो वही शहर में ही है तो चंडका पुलिस അവൻ को എറണാകുളത്ത് पकड़ा തന്നെ है ഉണ്ട്. वो। മഹാരാജാസിനടുത്തുള്ള ടവറാന്ന് പറയാം. സാറേ, ഈ മഹാരാജ് കോളേജിന്റെ അടുത്ത് 2 ക്ലബ്ബുണ്ട്. മിക്കവാറും അവൻ അവിടെ കാണും.
आपको बोला है वहीं पर आपको नया सिम्सन कपड़ों में ले लो सिम्सन को മറ്റേ ക്ലബിൽ നോക്കാം. ആ എന്നാ അങ്ങോട്ട് പോകാം. അവിടെ ഇല്ല സാറേ. സാറേ നമുക്ക് മറ്റേ ക്ലബ്ബിൽ പോയി നോക്കാം. നിങ്ങൾ പോയി നോക്കിട്ടോ. ഞങ്ങളൊരു ഓട്ടോയ്ക്ക് പോലെ സാറേ. വീട്ടിലുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കോഡ് പിള്ളേർ വേറെ കുറെ വണ്ടികളുണ്ടല്ലോ. ഇവരെന്താ പരിപാടി അപ്പോ? ആ വരുന്നവനാ, ആ വെളുത്ത പുൽക്കാരി വിളിക്കും സാറിന് വിളിക്കും. അവൻ്റെ ഒരു പൂക്കള് ഷർട്ടും ബുൾഗാന്താടി. ഹലോ. ആ സാറേ അവരോട് ഉണ്ടല്ലേ? ഞാൻ പുറത്തോടെ ബ്ലോക്ക് ചെയ്യണം കേട്ടാ. ഞങ്ങൾ അവിടെ छोटी बच्ची पर अटैक करवाओ ആ എടാ ഈ ആഴ്ച ഞാൻ പോകത്തില്ല. ആ ഇവിടെ തന്നെ ഉണ്ട്. മസാജ് ചെയ്യാൻ പോവാണെങ്കിൽ ബാങ്കോക്ക് പോ. ഇവിടെ എന്തോന്ന് മസാജ് പശുപാലനൊക്കെ അല്ലാതെ. എടാ നിനക്കറിയാവുന്ന സ്ഥലം ഉണ്ടോടാ? ഒരടിപൊളി സ്ഥലമുണ്ട്. ആരെന്താ? ഞാൻ ബിജു പോലോസ്, ടൗൺ എസ് ആണ്. സാർ ഒരു കൊച്ചിനെ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യത്തിന് ഞാൻ കുറച്ചു മുമ്പ് സാറിനെ വിളിച്ചായിരുന്നു. അപ്പൊ സാറ് ബാംഗ്ലൂരാണെന്നാണ് പറഞ്ഞത്. ഏത് ഞാനിവിടെയൊക്കെ പോകും, നിങ്ങളോട് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ആ വണ്ടി मत देखो सर इसकी വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. അല്ല നിങ്ങൾ പോയിക്കോ, ഞാൻ എൻ്റെ വണ്ടി വന്നോളാം. താൻ എന്തോടെ കാണിക്കുന്നത്? എനിക്ക് അഡ്വക്കേറ്റ് ഫോൺ ചെയ്യണം. പിന്നെ നിന്റെ അഡ്വക്കേറ്റ് മിണ്ടി പോരെ നീ. പാവപ്പെട്ട ഒരു കൊച്ചിനെ പട്ടി വെട്ടി കടിപ്പിച്ചതിന് നിന്റെ അടുത്ത് സ്റ്റേഷൻ വരെ വരാൻ നീ എന്നാ പറഞ്ഞേ? ഐ മീൻ മീറ്റിംഗ്, ഐ മീൻ ബാംഗ്ലൂർ അല്ലേ? ബാംഗ്ലൂരിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ സുഖവാസത്തിൽ അയക്കുന്നുണ്ട്. അതിന് കുറച്ചുകൂടി ചടങ്ങുകൾ ബാക്കിയുണ്ട്. കുപ്പി നിറയെ ഭൂതം പോലെ ഇപ്പൊ കൊറോണമാര് വിളിക്കും അവന് വേണ്ടിയിട്ട്. ആ ഫോൺ എടുത്ത് മാറ്റി വെച്ചു. ഹാജരാക്കണം. സാറേ പട്ടി അടിച്ചതിന് ഏത് വകുപ്പിടും സാറേ നമ്മൾ? എടാ നിനക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? 20. നീ ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ള പുസ്തകം കണ്ടിട്ടുണ്ടോ? ഇതിലെ സെക്ഷൻ 324 എന്ന് വായിച്ചേ. इसको लगा दिया भाई सेक्शन 324 Whoever voluntarily causing hurt by dangerous weapons or means. സ്വേച്ഛയാ ആരെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ, എന്തുകൊണ്ട്? അപകടകരമായ ആയുധങ്ങളാലോ ഓർ ബൈ മീൻസ് മറ്റ് മാർഗങ്ങളാലോ. എന്തൊക്കെയാണ് മറ്റ് മാർഗങ്ങൾ? By means of any instrument for shooting. തോക്ക് കൊണ്ടുള്ള വെടി, Stabbing or cutting or any instrument which used as a weapon. കുത്തുകയോ വെട്ടുകയോ ചെയ്താൽ, Or by means of fire or any heated substance. തീയോ ചൂടുള്ള എന്തെങ്കിലും പദാർത്ഥം കൊണ്ടുള്ള ഉപദ്രവം. Or by means of any substance which it is dangerous to the human body to inhale, to swallow or to receive into the blood. ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും പദാർത്ഥങ്ങൾ രക്തത്തിൽ കലർത്തുകയോ ശ്വസിക്കാൻ കൊടുക്കുകയോ വിഴുങ്ങാൻ കൊടുക്കുകയോ ചെയ്താൽ. ഇനി അവസാനത്തെ വായിക്കേ. Or by means of any animal. അതാണ് ഓർ ബൈ മീൻസ് ഓഫ് എനി ആനിമൽ. പട്ടീനെ അഴിപ്പിച്ച് വിട്ട് കടിപ്പിച്ചാലും ഈ സെക്ഷൻ വരും. മനസ്സിലായോ? കൂടാതെ കൈക്ക് പൊട്ടലുള്ളത് കൊണ്ട് സെക്ഷൻ 326 വരും. അവനെ നമ്മൾ അടപടല പൂട്ടും. ഇനി ഒരു പണി मतलब ये ना अपना किसी भी केस को अपनी जान लगा के लेता है, वरना पुलिस वाले इतने वो नहीं देते. നമസ്കാരമുണ്ട് സാറേ. ഞാൻ പ്രസ് ക്ലബിന് മുമ്പിലുണ്ട്. അതെ, ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. भाई सेम सन पे तो लग गया और इसने एक उसको भी कर दिया कि उसको फोन अब न्यूज पेपर आने वाली है कहानी. गया सैमसन तो बंदर ही अच्छा गया, फंस गया. ഓ MLA ആണല്ലോ. ഹലോ സാറേ, ഞാൻ MLA KC വർഗീസ് ആണ്. അവിടെ സ്റ്റേഷനിൽ സാംസൺ തരകൻ എന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സാറേ ഏതാ സ്കൂൾ കുട്ടിയെ പട്ടിയെ വിട്ട് കടിപ്പിച്ച കേസാണ്. ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഓ സാറിനാളെ നടന്നില്ലല്ലോ. MLA का दोस्त SI അതൊന്ന് നോക്കി കൈകാര്യം ചെയ്യണം. അല്ല, സാറിന് തന്നെ യുവജന പ്രസ്ഥാനത്തിലെ പിള്ളേരാണ് പരാതി തന്നേ. ജനം മൊത്തം അവനെതിരായിരുന്നു. മാത്രമല്ല കേസ് എടുത്തു പോയില്ല സാറേ. ഇവിടെയാണെങ്കിൽ ഇവിടെ ഇപ്പം മീഡിയ മൊത്തം വന്നേക്കാം. വിളിച്ചു എന്ന് പറഞ്ഞാൽ സാറിനെയാണ് അതിന്റെ ഒരു. അയ്യോ വേണ്ട വേണ്ട, ഞാൻ വിളിച്ചൊന്നും ആരും അറിയണ്ട.
ആ സാംസറോട് മാത്രം വേറെ ആരും കേൾക്കാതെ ഞാൻ അവന് വേണ്ടി വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞേക്ക്. ഉപദ്രവമൊന്നും ചെയ്തേക്കരുത്. അയ്യോ ഇല്ലില്ല, ഞാൻ ഉപദ്രവിക്കുന്നില്ല സാർ. ആ എന്നാ ശരി. ഓക്കെ സാർ. थप्पड़ की वर्षा हो गया. ഇത് MLA നിനക്ക് വേണ്ടി ശുപാർശ ചെയ്തുള്ള പ്രത്യേക ഉപഹാരമാണ്. यार ये बहुत बढ़िया बंदा है यार, बिज्जू ആ बहुत बढ़िया. സാംസന്റെ വക്കീലൊന്നുണ്ട്. ആ വരാൻ പറ. സാർ ഞാൻ बहुत सही है भाई. ജയകൃഷ്ണൻ. ഇരിക്കും. നിങ്ങൾ ഒറ്റക്കിഴി ജോസ് ഒറ്റക്കിഴി. ആ ഒന്ന് പുറത്തേക്ക്, ഞാൻ ആവശ്യം വിളിപ്പിക്കാം. സാറേ പറഞ്ഞ പോലെ പട്ടിയെ അഴിച്ചു വിട്ട് കടിപ്പിച്ചു ഒന്നല്ല, പട്ടിയല്ലേ അഴിഞ്ഞു പോയത്. അങ്ങനെയൊന്നല്ല വയ്ക്കില്ല, അത് കൃത്യമായിട്ട് കണ്ടവരുണ്ട്. നമ്മൾ കൊച്ചിൻ്റെ അമ്മയുടെ അവിടെ കണ്ടുന്ന ആൾക്കാരൊക്കെ മൊഴി എടുത്തിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് വകുപ്പുകൾ ചാർജ് ചെയ്തിട്ടുള്ളത്? 324, 326. ഈ 326 എടുത്ത് മാറ്റാൻ പറ്റിയത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ റിപ്പോർട്ട് പ്രകാരം കൊച്ചിന് നല്ല പരിക്കുണ്ട്, അപ്പർ എൽബോയ്ക്ക് പൊട്ടലുണ്ട്. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ആ കൊച്ചിൻ്റെ അവസ്ഥ ഒന്ന് കാണണം. വക്കീലിൻ്റെ മകൾക്കാണ് ഈ പ്രശ്നം വരുന്നതെങ്കിലോ? അത് ശരിയാണ്. എപ്പോഴാണ് കോടതി കൊടുക്കുന്നത്? ഓപ്പൺ കോടതി കൊടുക്കുകയാണെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ശരി. सीरियसली भाई, मतलब इतना गंदा तो कोई नहीं करता है, कोई भी नहीं करता. MLA ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞില്ല, ഇവിടുത്തെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ഞാൻ. ഓ നമുക്കറിയാലോ. സാർ വേണമെങ്കിൽ നമുക്ക് ഇത് കോമ്പൻസേഷനൊക്കെ കൊടുത്തങ്ങ് തീർക്കാതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. വേണമെങ്കിൽ ഹോം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിപ്പിക്കുക കൂടെ ചെയ്യാം. വലിയ കാര്യമുള്ള കാര്യമല്ലോ സാർ, അതാ. ഞാൻ വിളിപ്പിക്കട്ടെ ഒന്ന് പുറത്ത്. ഓ ഒരു കാരണവശാലും വെള്ളം വെള്ളിയിട്ട് അലവലാതിനെ കയറ്റിവിട്ടേക്കരുത് കേട്ടോ. ഒരു കാരണവശാലും വേറെ ആരും കാണുമെന്നുണ്ടോ? സാറേ ഫ്രീക്കന്മാരുടെ ഷട്ടിൽ ബന്ധപ്പെട്ടു. ആ മതി. वो क्या वो है भाई, इसका जिगरा देखो. എടാ നീ ഇവർ ആരാണ്? किसी से नहीं डरता बिज्जू, किसी से भी नहीं डरता. നീയാണ് ഇവന്മാരെക്കാളും വലിയ കുഴപ്പക്കാരൻ. നിന്റെ ജാമത്തിലെടുക്കാൻ ആരും വരൂടാ. രണ്ടുപേർക്ക് നമ്പർ പ്ലേറ്റ് ഒരേ സമയത്ത് ഇല്ലാതിരിക്കാം. എടാ, കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ നിന്ന് മാല പൊടിച്ച് നിങ്ങളല്ലേ? സൈസ് എടുക്കാറില്ല സാറേ. സൈസ് എടുക്കാറില്ല. ഇത് എന്താണത്? രസയോട് സംസാരിക്കുന്ന ഭാഷ ഇത് ഭാഷ. നീ എന്താ കേട്ടെ? നീ എന്നെ പഠിപ്പിക്കാണ്? നീ എന്തോരം പഠിച്ചു? +2. അത് നൈറ്റ് IT നീ പാസ്സായോടാ? ഫുള്ളായിട്ട് പോയില്ല സാറേ. +2 +2 പാസ്സായില്ല. ആ +2 തോറ്റു, IT പാസ്സായിട്ടില്ല. അപ്പൊ ഇതന്നെ പണി. വൈകിട്ട് നമ്പർ പ്ലേറ്റ് അയച്ചു മാറ്റി ഹെൽമെറ്റ് ഇറങ്ങിക്കോളും മാല പൊട്ടിക്കാൻ. കേടാ നമ്മ ഹെൽമെറ്റ് വെക്കാറില്ല. അതെന്താണ്? മുടിക്കാ പൂറാവും സാറേ. देखना +2 भी पास नहीं करी और मैंने बात मुड़ी का इसे- देखो सर इनकी. ഈ ജാതി കോലം കെട്ടി നടക്കാനാണ് അമ്മമാർക്ക് ഈ പൈസ വേണ്ടത്. കേടാ ഇല്ല സാറേ, നമ്മൾ ടൈൽ പണിയൊക്കെ എടുത്തിട്ട് അതിൽ കിട്ടണ വരുമാനം കൊണ്ട് ജീവിക്കുന്നത്. ഒരു ദിവസം ടൈൽസ് കൊണ്ട് കഴിഞ്ഞ് എത്ര രൂപ കിട്ടും? 10,000 കിട്ടണം. എനിക്ക് ഒരു ദിവസം എന്തെങ്കിലും ഉണ്ട്? 100 രൂപ പെട്രോള്, ചായ കൂടി, ഭക്ഷണം കൂടി ഒരു 125 രൂപ അതും വരും. 700 ആയിരിക്കും. 700? നീ എന്നോട് വയ്ക്കണേ? നീ ഒന്ന് ഇരുന്ന് ആലോചിച്ച്. ഇവിടെ അവിടെ അല്ല, പിന്നെ ഇത് കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ്? इनको बेसिक मैथ्स भी नहीं आता यार. 700. സാംസന്റെ റിമാൻഡ് റിപ്പോർട്ട് റെഡിയാണ്. ऐसे जाओ बैठो. അവനെ മെഡിക്കലിൽ കൊണ്ടുപോണ്ടേ? അങ്ങോട്ട് വിളിക്കും. 600 അല്ലോ. 600? പള്ളിക്കൂടത്തിൽ പോയി മര്യാദയ്ക്ക് പഠിക്കണമായിരുന്നു. ദേ ഇതിന് ഉത്തരം പറഞ്ഞാൽ വിടാം. 665. 665. സാർ ടെൻഷനായപ്പോൾ ഒരു കണക്ക് കൊടുത്തു തരും സാറേ. ആ നമസ്കാരം. സാംസൺ സാറേ, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോവാണ്. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതായത് പോലീസ് തല്ലിയോന്നുള്ളതാണ്. അപ്പോൾ സാർ എന്ത് പറയും? തല്ലില്ലെന്ന് പറയും അല്ലേ? അഥവാ നിന്നെ തല്ലിയെന്നോ നിനക്ക് വേദനയുണ്ടെന്നെങ്ങാനും നീ പറഞ്ഞാൽ നിന്നെ പിന്നെ ജഡ്ജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഡോക്ടറിൻ്റെ കാറിലല്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിലാണ്. വണ്ടിയിൽ വെച്ച് ഞാൻ നിനക്ക് കുറച്ചും കൂടി മരുന്ന് തരും, എന്നിട്ട് ഓടുന്ന വണ്ടിയിൽ തള്ളി താഴിടും. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് ഒരു കേസ് കൂടി നിന്റെ പെടലേക്ക് വെച്ച് തരും. അതും നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രം. പുള്ളി ഒരു സ്ട്രീറ്റ് ഓഫീസറാണ്, ആര് പറഞ്ഞു കേൾക്കുന്നില്ല. എന്നാ സ്ട്രീറ്റാന്ന്? ഇതൊക്കെ ചുമ്മാ ജാടയില്ലയോ? എൻ്റെ വക്കീലെ ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാൽ നാളെ ഈ കസാരയിൽ ഇങ്ങനെ ഉണ്ടാവില്ല. ബെയിലിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. നമ്മളിപ്പം ഹോം മിനിസ്റ്റർ ഓഫീസിൽ വിളിച്ചു അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സാറേ അപ്പം നമ്മളാരും രണ്ടുപേരുടെയും വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇവിടെ വെച്ച് തന്നെ ശരിയാക്കണം. മുടിയും വെട്ടി വൃത്തിയായി ഹെൽമെറ്റ് വെച്ച് അടക്കാവും. മനസ്സിലായല്ലോ? വക്കീൽ ജാമ്യം എടുത്ത് അങ്ങോട്ട് വരും.
ഇനിയിപ്പോൾ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്നാ മനുഷ്യനെ തല്ലി കൊന്നിട്ട് ഇവിടെ കേസില്ല പിന്നെ ഇത് ചുമ്മാ വിളച്ചില്ലാന്നേ. രണ്ടുപേരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഫൈൻ അടച്ചിട്ട് പോ. സാറേ ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, വിളിച്ചില്ല. ഇതിൽ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതൊക്കെ അത്ര വലിയൊരു കേസാണോ സാറേ? ചുമ്മാ ഇത്രയും ബലം പിടിക്കാൻ എത്ര കൊമ്പ് വെച്ച പോലീസുകാരൻ. यार देखा जाए ना सिमसन मतलब बैंड बजा दी है बिज्जू ने लिटरली, मतलब जितना उसको गरूर था अपनी पावर का वो सारा गरूर निकाल दिया. अब ऐसा लग रहा है कि वो होम मिनिस्टर से कांटेक्ट करवाएगा बिज्जू को, लेकिन मुझे नहीं लगता बिज्जू के सामने किसी होम मिनिस्टर की भी चलेगी. बट ये है कि उस लड़की को काफी चोट लगी है इसकी वजह से, तो वो चीज की भरपाई तो होनी ही पड़ेगी. वही बाकी देखते हैं कि अगले पार्ट में क्या होता है. तो गाइस यही था हमारा रिएक्शन. आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट करिए. और अगर इस चैनल पे न्यू तो सब्सक्राइब करिए. बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हो. तो मिलते हैं एक और न्यू वीडियो के साथ, तब तक के लिए बाय.